ഹലോ ആസ്പിരൻസ് വെൽക്കം ടു കെ എസ് മില്ലർ. അപ്പോൾ നമ്മളെല്ലാവരും പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിട്ട് മെയിൻസിന് വേണ്ടി നോക്കിയിരിക്കുക അല്ലേ? ഓഗസ്റ്റ് 30-നാണ് എസ് ഐൻ്റെ മെയിൻസ്, അതുപോലെ സെപ്റ്റംബർ 27-നാണ് സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻസ്. സോ എല്ലാവരും അതിൻ്റെ പഠിത്തം തുടങ്ങിയിട്ടുണ്ടാവും. കുറേ പേര് എന്ത് ചെയ്യണം, ആശങ്കയിലാണ്. നമ്മൾ കയറുമോ ഇല്ലയോ, എത്രയാ സ്കോർ വരാൻ പോകുന്നത്, എത്രയായിരിക്കും കട്ട് ഓഫ് എന്നൊക്കെയുള്ള ആശങ്കയിലായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ഇതുവരെ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളുടെ ഡിഗ്രി പ്രിലിംസ് ബേസ് ചെയ്തിട്ടുള്ള കട്ട് ഓഫുകൾ നോക്കാം. അപ്പോൾ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലേ? ഇപ്രാവശ്യം എത്ര വരാം, പി എസ് സിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, ഏത് റേഞ്ചിലൊക്കെ ഇതുവരെ കട്ട് ഓഫ് വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഡിഗ്രി പ്രിലിംസ് മെയിനായിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടും എസ് ഐക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് മുതൽ നമുക്ക് നോക്കി തുടങ്ങാം. നോക്കി, കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 057/2021 ആയിരുന്നു അല്ലേ? അപ്പോൾ അതിന്റെ ഡിഗ്രി കട്ട് ഓഫ് നോക്കിക്കേ, 47.56 ആയിരുന്നു. അത്യാവശ്യം, അതായത് പാറ്റേൺ ചേഞ്ച് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു പ്രിലിംസ് ആയിരുന്നത്. അപ്പോൾ അത് ഒരു വലിയ കട്ട് ഓഫ് തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആകെ അന്ന് 10,000 പേര് മെയിൻസ് എഴുതാനാക്കി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 900 പേര് മിച്ചം അതിന്റെ മെയിൻസ് ലിസ്റ്റ് വന്ന് ഇപ്പം ലിസ്റ്റ് നിലവിലുണ്ട്. അടുത്ത വർഷമാണ് അത് കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് പ്രിലിംസ് എഴുതുന്നത്. ഇനി അടുത്ത അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു LSA സെക്രട്ടറി അല്ലേ? അത് ഈ കഴിഞ്ഞ വർഷം നടന്ന പ്രിലിംസ് ആയിരുന്നു. അതിന്റെ മെയിൻസ് നവംബർ മാസത്തിലാണ് നടന്നത്. 571/2023. പക്ഷേ അതിന്റെ കട്ട് ഓഫ് നോക്കിയേ, 49.73 ആയിരുന്നു. അതായത് ആ പാറ്റേൺ ചേഞ്ച് 47 കൂടുതലായിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞ് നടന്നിട്ടുള്ള പ്രിലിംസ് ആണിത്. പക്ഷേ അതിന്റെ കട്ട് ഓഫ് കണ്ടോ, 50 താഴെയാണ്. 49.73 ആയിരുന്നു. പക്ഷേ അത് ഏകദേശം 35,000-ഓളം പേരെ എടുത്തു അല്ലേ മെയിൻസ് എഴുതാനായിട്ട്. അത് അത്ര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ് ആയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 27,000 പേരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നോക്കി 50 താഴെയാണ് കട്ട് ഓഫ്. ഇനി അടുത്ത് നോക്കിയേ, ആ കൂടെ തന്നെ നടത്തുന്നതാണ് അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്കിന്റെ 433/2023. പക്ഷെ അതിന്റെ കട്ട് ഓഫ് കണ്ടോ, 45.86 ആയിരുന്നു. എന്നിട്ട് 49 ആയിരുന്നെങ്കിൽ ഇത് 45 ആയി. പക്ഷെ അതാകെ 17,000 പേരെ എടുത്തുള്ളൂ അല്ലേ? അതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമായിരിക്കും. അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കൂടെ തന്നെ നമ്മൾ എഴുതിയത് മാർക്കറ്റിംഗ് ഓർഗനൈസറുടെ ആയിരുന്നു. മിൽമയായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ആയിരുന്നു. 527/2023. അതിന്റെ കട്ട് ഓഫ് ഉണ്ടോ, 48.54 ആയിരുന്നു. പക്ഷെ അത് മെയിൻസ് എഴുതാൻ 11,000 പേരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കുറഞ്ഞാണല്ലേ വന്നത്. 35,000 ആയിരുന്നു. പിന്നെ മാനേജർ വന്നപ്പോൾ അത് 17 എനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗ് ഓർഗനൈസർ വന്നപ്പോൾ അത് 11 വളരെ കുറച്ച് പേരെ എടുത്ത ഒരു പോസ്റ്റ് ആയിരുന്നു. അതിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നു. എനിക്ക് തോന്നുന്നു 100 പേര് താഴെയുള്ള ഒരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഭയങ്കര കട്ട് ഓഫ് ആയിരുന്നു മെയിൻസിന്. പക്ഷേ പ്രിലിംസിന്റെ കട്ട് ഓഫ് ഉണ്ടോ, 48.54 ആയിരുന്നു. ഇനി നോക്കിയേ, ഇതിന് മുന്നത്തെ വർഷം നടത്തുന്നതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ്. അതിന്റെ കട്ട് ഓഫ് 50.59 ആയിരുന്നു അല്ലേ? 486/2022 ആയിരുന്നു എന്റെ കാറ്റഗറി കോഡ്. അത് നോക്കി, നമ്മുടെ LSCനേക്കാളും കൂടുതൽ ആൾക്കാർ എടുത്തല്ലേ? 37,000 പേര് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ കട്ട് ഓഫ് അപ്പം കൂടുതലായിരുന്നു അല്ലേ? അത് 3 സ്റ്റേജ് ഉണ്ടായിരുന്നു. 50.59 ആയിരുന്നു കട്ട് ഓഫ്. ഇനി ആ കൂടെ തന്നെ ഉണ്ടായിരുന്നതായിരുന്നു അതിന് മുന്നത്തെ പ്രിലിംസിലായിരുന്നു കമ്പനി ബോർഡ് അല്ലേ? ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ്. കാറ്റഗറി കോഡ് 026/2022 അല്ലേ? അതിന്റെ കട്ട് ഓഫ് ഉണ്ട് വളരെ കുറവായിരുന്നു. 39.076 ആയിരുന്നു. അതായത് നമ്മൾ ഇതുവരെ കണ്ടതിൽ ഒരു വളരെ കുറഞ്ഞ ഒരു കട്ട് ഓഫ് ആയിരുന്നു 39.076 എന്ന് പറഞ്ഞത്. പക്ഷെ അത് നോക്കി 52,000 പേര് എടുത്തല്ലേ? അതെനിക്ക് തോന്നുന്നു ഏകദേശം 3,700 പേരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് നിലവിലുള്ളത്. അത്രയും പേരെ എടുക്കുന്നത് കൊണ്ടാണ് 52,000 പേരെ എന്ത് ചെയ്യുന്നത്, മെയിൻസ് എഴുതിക്കാനായിട്ട് എടുത്തത്. പക്ഷെ അതിന്റെ കട്ട് ഓഫ് 39 ആയിരുന്നു. ഈ കമ്പനി ബോർഡിന്റെ തന്നെ അടുത്ത കാറ്റഗറിയാണ്, അതായത് 653/2021 അല്ലേ? നമ്മൾ KSRTC, മറ്റേത് KSFE എന്നൊക്കെ പറയും. അതിന്റെ കട്ട് ഓഫ് ആണ് വന്നതിൽ ഏറ്റവും കുറവ് 37.64 അല്ലേ? അത് 48,000 പേരെ എടുത്തിട്ടുണ്ട്. അതും ഒരു 1,700 പേരുടെ ലിസ്റ്റാണ്, മെയിൻ ലിസ്റ്റാണ് നിലവിലുള്ളത്. അപ്പോൾ ആ 1,700 പേരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 48,000 പേരെ എന്ത് ചെയ്തത്, മെയിൻസ് എഴുതിക്കാനായിട്ട് എടുത്തത്. അപ്പോൾ ഇവിടെയും കണ്ടോ, ഇതാണ് നമ്മൾ കണ്ടതിൽ ഏറ്റവും ലോവസ്റ്റ് 37.64. ഇനി അടുത്ത പോസ്റ്റ് നോക്കിയേ, എക്സൈസ് ഇൻസ്പെക്ടറുടെ അല്ലേ? എക്സൈസ് ഇൻസ്പെക്ടറുടെ കാറ്റഗറി നോക്കി, 497/2019. അതിന്റെ കട്ട് ഓഫ് 53 ആയിരുന്നു. നോക്കി, അത് പക്ഷേ ഒരു 2,000 പേരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. 53.15 ആയിരുന്നു. അത് അപ്പം വളരെ ടൈറ്റ് ആയിട്ട് നടന്ന ഒരു പ്രിലിംസ് ആയിരുന്നു. അപ്പോൾ 2,000 പേരെ അത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നോക്കിയേ, അതുപോലെ തന്നെയായിരുന്നു ജയിലറുടെയും. അത് 2019 നടത്തുന്നതാണ്. 50.72 അല്ലേ? അതും 2,000 പേരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ യൂണിഫോം കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ നോക്കിയേ, പിന്നെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു
ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. നമുക്കറിയാം ആകെ ഒരു അഡ്വൈസേ ഇതുവരെ പോയിട്ടുള്ളൂ. വളരെ കുറച്ച് പേരെ അത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര കട്ട് ഓഫ് ആയിരുന്നു. അത് 2022 ആദ്യം വന്ന നോട്ടിഫിക്കേഷനിൽ ഒന്നായിരുന്നു. അതായത് 004. പക്ഷെ അതിന്റെ കട്ട് ഓഫ് ഉണ്ടോ? 66.78 ആണല്ലേ? 66. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഹൈയസ്റ്റ് ആണ്. ഏറ്റവും ലോവസ്റ്റ് 37 കണ്ടു. ഏറ്റവും ഹൈയസ്റ്റ് 66.78 കണ്ടു. പക്ഷെ അതുണ്ടോ ഒരു 1000 പേര്, 1000 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 പേര് താഴെ എടുത്തിട്ടുള്ളായിരുന്നു. 800 പേര് മിച്ചമായിരുന്നു അതിന്റെ മെയിൻ ലിസ്റ്റ്. ഐ മീൻ മെയിൻ ലിസ്റ്റ് അല്ല, അത് മെയിൻസ് എഴുതാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ കുറച്ച് പേരുടെ ഒരു മെയിൻ ലിസ്റ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും അല്ലേ? എല്ലാം ഒരു എന്താ അതായത് ഒരു 39, 37 മാറ്റി നിർത്തി കഴിഞ്ഞ ഒരു 48നും 52നും ഇടയിലായിട്ടാണ് ഇതുവരെ നടന്ന എല്ലാ മേജർ. നമ്മളിപ്പോ എസ്ഐയുടെ കൺസിഡർ ചെയ്തിട്ടില്ല. കാര്യം അത് ഫിസിക്കലൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചും കൂടി കട്ട് ഓഫ് കുറവായിരിക്കും. പക്ഷെ ബാക്കി വരുന്ന എല്ലാ പോസ്റ്റുകളുടെയും കട്ട് ഓഫ് ഒരു 45നും 55നും ഇടയിലായിട്ടാണല്ലേ വരുന്നത്. അത് ഒരു 48 മുതൽ 52 വരെയാണ് ഇതുവരെ കണ്ടതെല്ലാം. അപ്പോൾ ഒരു 45നും 55നും ഇടയിലായിട്ട് മാത്രമേ ഇതുവരെ നമുക്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. നോക്കിയേ, അത് നമുക്ക് കമ്പയർ ചെയ്ത് ഇവിടെ കാണാൻ പറ്റും അല്ലേ? 47, 49, 45, 48, 50, 39, 37 ആ റേഞ്ചിലാണ് വരുന്നത്. അതിനകത്ത് ഒരു 66 മാത്രമാണ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് വളരെ കൂടിയൊരു കട്ട് ഓഫ് വന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും 45നും 55നും ഇടയിലായിട്ട് ഒരു കട്ട് ഓഫേ നിങ്ങൾക്ക് ഈ പ്രാവശ്യം സെക്രട്ടേറിയറ്റിനും വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? അത്യാവശ്യം സ്കോറുള്ള ആൾക്കാർ. അപ്പോൾ നമുക്കറിയാം 2 സ്റ്റേജ് ഉണ്ടായിരുന്നു. അത് രണ്ടാമത്തെ സ്റ്റേജ് കുറച്ച് എളുപ്പമായി പോയി എന്നൊരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജുകാർക്കൊപ്പം ഉറപ്പായിട്ടും മോഡറേഷനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ച് മാർക്ക് കുറവുള്ള ആൾക്കാരും എന്ത് ചെയ്യുക? പഠിച്ച് തുടങ്ങാൻ നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് വരുമെന്ന്, പ്രിലിംസിന്റെ റിസൾട്ട് വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെ ഒരു ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ നമുക്കറിയാം എസ്ഐന്റെ മെയിൻസ് എത്താടാ? ഓഗസ്റ്റ് 30-നാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമ്മുടെ ബാച്ചസ് ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ അഡ്മിഷൻ അതിലേക്ക് എപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ താഴത്തെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സെപ്റ്റംബർ 27-നാണ് അല്ലേ? 27-നാണ് 2 പേപ്പർ ഉണ്ട്. അപ്പോൾ അതിന്റെ ബാച്ചസും റണ്ണിങ് ആണ്. നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും റെക്കോർഡഡ് ആയിട്ടും കിട്ടും. 2 ടൈപ്പ് ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഈ വർഷം പ്രിലിംസ് നോക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ കിട്ടാതെ പോയിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത വർഷം അല്ലേ ഒരു ഓപ്പർച്യൂണിറ്റി ഇയർ ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 2026 പ്രിലിംസിന് വേണ്ടിയിട്ടും നമ്മുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കട്ട് ഓഫ് ഏത് റേഞ്ചിൽ വരുമെന്ന്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. നമുക്ക് മെയിൻസ് എഴുതി ഈ വർഷം തന്നെ ജോലിയിൽ കയറാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.